ഞാൻ വിജയിച്ചപ്പോഴൊന്നും എനിക്ക് എന്നെ ആരും ക്യാപ്റ്റനും ആക്കിയില്ല, കാലാൾപ്പട പോലും ആക്കിയിട്ടില്ല, ഒരു ചാനലും ഒരു പത്രവും. എനിക്കതിലൊന്നും പരാതിയില്ല. ഞാൻ ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. അപ്പം അതിലൊക്കെ നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വക്താക്കളൊക്കെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തെ ആക്രമിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം കോൺഗ്രസ്സിലെ പൊതുവെ മിതവാദിയായ, പൊതുവെ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നാണ് അദ്ദേഹം പരിഭവം പറഞ്ഞിരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ധാരാളം പരിഭവങ്ങളുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ടത് ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാരുടെ ഇടയിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം MLA-മാർ പിന്തുണച്ച് ജനാധിപത്യപരമായി കോൺഗ്രസിൻ്റെ ഭരണഘടനയോട് കോൺഗ്രസ് കൂറ് പുലർത്തിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവാകേണ്ടിയിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായത് VD സതീശനാണ്. അത് എങ്ങനെ വന്നു എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അതേക്കുറിച്ച് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തൻ്റെ ആത്മകഥയായ കാലം സാക്ഷിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭൂരിപക്ഷം MLA-മാരും ചെന്നിത്തലയുടെ പേര് പറഞ്ഞിട്ടും അത് വെട്ടിക്കൊണ്ടാണ് VD സതീശൻ്റെ പേര് എഴുതിയതെന്നാണ് ആളുകൾ പറയുന്നത്. ഇന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആളുകളൊക്കെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ചില കാര്യങ്ങളെങ്കിലും പഠിക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ ആളുകളും ആക്രമിക്കുന്ന സമയത്ത് ചില യാഥാർത്ഥ്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു കാലത്ത് ശ്രീ K. കരുണാകരൻ സർവ്വപ്രതാപിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം K. മുരളീധരൻ എന്ന മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും സർവ്വ അധികാരങ്ങളും പോലീസും അതേപോലെ തന്നെ സർക്കാരും പൂർണ്ണമായും മുരളീധരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഓച്ചാനിച്ച് നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അതിനെതിരെ പരസ്യമായി നിലപാടെടുത്ത 3 പേരാണ് രമേശ് ചെന്നിത്തലയും G. കാർത്തികേയനും MI ഷാനവാസും. മറ്റ് 2 പേരും മരണപ്പെട്ടു. ഇപ്പോൾ ചെന്നിത്തല മാത്രമാണുള്ളത്. ചില ആളുകളെങ്കിലും പറയും കരുണാകരൻ പരിക്ക് പറ്റിയപ്പോൾ മാത്രമാണ് അവർ സംസാരിച്ചതെന്ന്. അല്ല, കരുണാകരൻ പരിക്ക് പറ്റിയതിന് ശേഷം തിരിച്ചു വന്ന് ഈ 3 പേരെയും വിളിച്ചു വരുത്തി എന്തും തരാമെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വ്യക്തമായ നിലപാടെടുത്ത ഒരു കോൺഗ്രസ് നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെ വളർന്നു വന്ന കുട്ടിക്കാലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഇപ്പോൾ ചിലരുടെയൊക്കെ അഭിപ്രായം കണ്ടു, കോൺഗ്രസിനെ വീണ്ടും സർക്കാർ ഉണ്ടാക്കുന്നതിന് തടസ്സമായിട്ട് അഭിപ്രായം പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആരായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തത് ആരാണ്? ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതേപോലെ തന്നെ അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരനും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ നിരന്തരമായി ശല്യം, നിയമസഭയുടെ അകത്തും പുറത്തും ശല്യം ചെയ്തത് VD സതീശനാണ്. നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരമോന്നത ബോഡിയായ AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നിട്ടും അത് നിഷേധിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല. ചില യാഥാർത്ഥ്യങ്ങൾ പറയണം, എൻ്റെ രാഷ്ട്രീയ ശത്രുവാണെന്ന് കരുതി സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ആ രമേശ് ചെന്നിത്തല ഒരക്ഷരം മിണ്ടിയില്ല. എന്നാൽ ഒരു മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിൽ പരസ്യമായി നിലപാടെടുത്ത വ്യക്തിയാണ് ശ്രീ VD സതീശൻ. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമില്ലാതെ ഓടിളക്കി താഴെ ഇറങ്ങിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം, അതായത് KC വേണുഗോപാലിൻ്റെ സഹായത്തോടു കൂടി ഓടിളക്കി താഴെ ഇറങ്ങി പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് ശ്രീ VD സതീശൻ. അതേക്കുറിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് പരിഭവം ഉണ്ടാവും, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് പരിഭവം ഉണ്ടാവും. ഇങ്ങനെ ഒരു നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല. പ്രതിപക്ഷം ആക്രമിക്കും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഞാനടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലക്ക് മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കാത്ത, അനാവശ്യമായ പ്രസ്താവനകൾ നടത്താത്ത, വ്യക്തിവിദ്വേഷം വെച്ച് പുലർത്താത്ത ഒരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല. അതേക്കുറിച്ച് ആർക്കും 2 അഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട്, വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ജീവികളാണ് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഇത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ശ്രീ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിലപാടുള്ള വ്യക്തിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി KSUവിൻ്റെ ദേശീയ നേതൃത്വത്തിലെത്തി. ശ്രീമതി ഇന്ദിരാഗാന്ധി നേരിട്ട് കൈപിടിച്ചുയർത്തിയ വ്യക്തികളിൽ ഒരാളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സീനിയറും വളരെ മിതഭാഷിയും മാന്യനുമായ രമേശ് ചെന്നിത്തലയെ VD സതീശൻ ഒരുപറ്റം ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നതും വിദ്വേഷകരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കമൻറ്റുകളും നടത്തുന്നതും വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നന്ദി, നമസ്കാരം.